ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ ഇത്രയും നാള് റീഡിങ് എടുത്ത് വെച്ച റീഡിങ് കണക്കത്തൊരു റീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ റീഡിങ് എന്ന് പറയുന്നത്. ഇൻറ്റ്യൂഷൻസ് വെച്ചെടുത്ത റീഡിംഗ് ഉണ്ട്, എനർജി വെച്ചെടുത്ത റീഡിംഗ് ഉണ്ട്, ഓറ വെച്ചെടുത്ത റീഡിംഗ് ഉണ്ട്, കാർഡ് കണ്ടു പറഞ്ഞ റീഡിംഗ് ഉണ്ട്. സോ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ കണ്ട് നിങ്ങളുടെ കാർഡ് എടുക്കാൻ പോവാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്, ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും എനിക്കില്ല, നിങ്ങൾക്കും വേണ്ട. ഫ്യൂച്ചർ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ ഇന്ന് ഈ വീഡിയോ വന്നെത്തും. അതെങ്ങനെ വരും, എന്താകും, എങ്ങനെ നിങ്ങളാകും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ട് കാമായിട്ടിരുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവും. നിങ്ങൾ വിശ്വസിച്ചിരുന്ന, നിങ്ങൾ ചിന്തിച്ചിരുന്ന, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം ഒക്കെ മാറും. വ്യക്തമായിട്ടുള്ള അവേക്കനിങ് സ്റ്റേജ്, സ്പിരിച്വൽ അവേക്കനിങ്ങിലോട്ട് നിങ്ങൾ കടക്കും. ബോധോദയം ഉണ്ടാകും. സത്യം ഏതാണ്, കള്ളം ഏതാണ്, നിജം ഏതാണ്, പൊയ് ഏതാണ് എന്നറിയാനുള്ള വ്യക്തമായിട്ടുള്ള ആ ഒരു ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കും. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഓടുന്ന കർമാസോ, ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഓടുന്ന എനർജീസോ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കുന്ന സിറ്റുവേഷൻസോ, മാനസിക സ്ട്രെസ്സോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് ആ ടൈമിൽ വരത്തില്ല. ഒരുപാട് കെട്ടുപാടുകളിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതുമൂലം നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്നും, നിങ്ങളെന്നുള്ള വ്യക്തി എന്താണെന്നും, നിങ്ങളുടെ സ്പിരിച്വൽ ജേണി എന്താണെന്നും, നിങ്ങളുടെ മനസ്സെന്താണെന്നും, നിങ്ങളുടെ മാനസിക സന്തോഷം എന്താണെന്നും, നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സോ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. സ്പിരിച്വൽ പാത്തിലൂടെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടാവും. ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, മാനസികപരമായിട്ടുള്ള പെയിൻ ഉണ്ടാവും, ഒറ്റപ്പെടലുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ കുറ്റം പറയും, ഒരുപാട് നെഗറ്റീവ് പരമായിട്ടുള്ള ഇഷ്യൂസിലൂടെ കടന്നു പോകും, ഒരുപാട് ഇൻറ്റ്യൂഷൻസ്, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ആരും കടന്നു പോകാത്ത ചില സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. നിങ്ങൾ മാത്രമായിരിക്കും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഫയർ എനർജിയാണ് വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം കാലിബർ ഉണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം പാഷൻ ഉണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സമയം. അതിലോട്ട് നിങ്ങൾ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പ്രകൃതി, പ്രപഞ്ചം, സോള്, നിങ്ങളുടെ എനർജി എല്ലാം ക്ലെൻസ് ചെയ്ത് നിങ്ങളായിട്ട് മാറുന്ന ഒരു സമയത്തിലോട്ട് നിങ്ങൾ കടന്നു പോകും. ഇവിടെ ഇപ്പം എനിക്ക് മേജറിൽ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ പൊസസീവ്നെസ്, നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ മറ്റുള്ളവരെ കുറിച്ചുള്ള ജിജ്ഞാസ, മറ്റുള്ളവരെ കുറിച്ച് അറിയണം എന്നുള്ളൊരു ആസക്തി, പെയിന്, റിലേഷൻഷിപ്പ് അബൌട്ട്, പ്രണയം, കാമം, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു സമയത്ത് നഷ്ടമാകും. ഞാൻ പറയുന്നത് ഫ്യൂച്ചറിലിരുന്ന് ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്. സീരിയസ്ലി വേണമെങ്കിൽ നിങ്ങൾ ടൈം ട്രാവലർ ചെയ്ത് എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് നിങ്ങൾ കടന്നു പോകും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ആരും സ്പിരിച്വാലിറ്റി കയറാത്ത സമയത്ത്, ആരും ടാറോ കാർഡ് ചെയ്യാത്ത സമയത്ത് ഞാൻ ചെയ്തൊരു വ്യക്തിയാണ്. ആണുങ്ങളൊന്നും ഒന്നും ആരുമില്ല, പെണ്ണുങ്ങൾ തന്നെ അന്ന് ചില ഫോറിനുള്ള ആൾക്കാരെ ഉള്ളത്. എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി അറിയാം ഞാൻ ഏത് സമയത്താണ് ഇതിലോട്ട് ഇറങ്ങിയത്. സോ അന്ന് എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന്
ഒരുപാട് യാതനകളും ഒരുപാട് പെയിനും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സാഹചര്യം, സിറ്റുവേഷൻസ്, അനുഭവങ്ങൾ, യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്ത് യൂണിവേഴ്സിനെ എന്നെ ഇവിടെ ഇപ്പോഴും ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. സോ ഇന്ന് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ആൾക്കാർ മാങ്ങാണ്ടി കടിച്ച് നടക്കുന്ന സമയത്ത് തുടങ്ങിയ പരിപാടിയാണിത്. എൻ്റെ കൂട്ടുകാരന്മാർ ക്രിക്കറ്റിൽ കളിക്കുന്ന സമയത്ത് ഞാൻ ഡിപ്രഷനിലും അതുപോലെ തന്നെ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് പോയൊരു വ്യക്തിയാണ് ഞാൻ. സോ ഞാൻ പറയുന്ന വിധി, കർമ്മ, നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയും, അതൊക്കെ ചുമ്മിയാണ്. യൂണിവേഴ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ പോയിന്റിൽ കൊണ്ട് നിർത്തും. അവർ ഒരുപാട് സ്ട്രെസ് തരും, ഒരുപാട് അനുഭവിപ്പിക്കും, ഒരുപാട് ഇമോഷനിലൂടെ കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് തരേണ്ട ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ കാലിബർ ആയിരിക്കണം. നമ്മുടെ സോളിന് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും കേട്ടോ, ഒരുപാട് പെയിൻ ഉണ്ടാവും, ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, ഇമോഷൻ പരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, നെഗറ്റീവ് എനർജീസ് വരും. ഒരിക്കലും തരണം ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ നമുക്ക് വന്നു ചേരും. ബട്ട് ഓവർകം ചെയ്യാൻ പറ്റത്തുമില്ല ആ സമയത്ത്. അങ്ങനെ അങ്ങ് വിട്ടേക്കുക. അത് അങ്ങനത്തെ ഇഷ്യൂസ് ആണ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് എന്ന് മനസ്സിലാക്കി പോവുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. സോ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായിട്ടുള്ള പ്ലാനോ ഒന്നും ഇല്ലായിരിക്കാം. ഒരു ടൈം പീരീഡ് കഴിയുമ്പം വ്യക്തമായിട്ടുള്ള പ്ലാൻ വരും, വ്യക്തമായിട്ടുള്ള ഇൻഡ്യൂഷൻസ് വരും. എവിടെ എങ്ങനെ പോകണം, എന്ത് പെരുമാറണം എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും. അന്ന് നിങ്ങളുടെ ലൈഫിലുള്ള നൂലാമാലകളും കെട്ടുപാടുകളും ഡൗട്ടുകളും സംശയങ്ങളും സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് പല എനർജി കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഒരുപാട് വലയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിക്കിട്ടും. ഒരുപാട് അവേക്കനിങ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ദേഷ്യം കുറയും, നിങ്ങളുടെ സ്ട്രെസ് കുറയും, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉള്ള ഒരു മൂഡ് സ്വിങ്സ് ക്യാരക്ടർ മാറും. എല്ലാം ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം മാറുമ്പോൾ നിങ്ങളുടെ ബോധമണ്ഡലമാണ് മാറുന്ന. എഴുതി വെച്ചിരിക്കുന്ന ബോധമണ്ഡലം മാറ്റും. മനസ്സിലാവുന്നുണ്ടോ? സമയവും സാഹചര്യവും സിറ്റുവേഷൻസും മാറുമ്പം സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, എനർജി പരമായിട്ടുള്ള ബോധമണ്ഡലം മാറും, നിങ്ങളുടെ ചിന്തകൾ മാറും, നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറും. അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ കറക്റ്റ് കൊണ്ട് പറഞ്ഞു വരാൻ മുന്നോട്ടെ. യെസ്, ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിധി എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. പലരും പറയും വിധിക്ക് അടിമപ്പെടരുത് എന്നൊക്കെ പറയും. അവരെന്തുകൊണ്ടാ പറയുന്ന അങ്ങനത്? അവർ നല്ല സമയത്തിൽ എത്തിയതിനു ശേഷമാണ് അവർ വിധിനെ ഇതാക്കുന്നത്. അവർക്കൊരു ബാഡ് ടൈം ഉണ്ടായിരുന്നു, അവരനങ്ങോ, അവരെ വാ പൊങ്ങത്തില്ല. അങ്ങനെ രീതിക്ക് അടിച്ചുറക്കും യൂണിവേഴ്സ്. അതാണ് യൂണിവേഴ്സിന്റെ പവർ. എന്നിട്ട് നല്ല ടൈം വരുമ്പോഴത്തേക്കും അങ്ങനെ പറയും. പക്ഷേ അതൊന്നും അല്ല. ബാഡ് ടൈം ഈസ് എ ബാഡ് ടൈം. അതെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് ബാഡ് ടൈം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇറ്റ്സ് എ ലൂപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ദേജോ എക്സ്പീരിയൻസും ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോകും. സോ ഞാൻ ആ ടൈം ട്രാവലിന്റെ സിറ്റുവേഷനെ വിട്ട് ഞാൻ ഇവിടെ നേരിട്ട് ഇറങ്ങി വരാം, ആശിക്കായിട്ട് ഇറങ്ങി വരാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് 100% എന്താ പറയാ, നിങ്ങളൊരു യുണീക്ക് പേഴ്സൺ ആണ്. ഒന്നാമത്തെ കാര്യം, യുണീക്ക് പേഴ്സൺ ആണ്. നിങ്ങൾ തലമണ്ടയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛന്റെ കർമ്മയായിരിക്കാം, അമ്മയുടെ കർമ്മയായിരിക്കാം, നിങ്ങളുടെ കർമ്മയായിരിക്കാം, നിങ്ങൾ ചെയ്ത പ്രവൃത്തികളായിരിക്കാം. അതൊന്നും ആർക്കും വന്ന് മാറ്റാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്കേ മാറ്റാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ചിട്ട്, നിങ്ങൾ ചെയ്യുന്ന കർമാസ് വെച്ചിട്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങൾ അതുവഴി ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. മനസ്സമാധാനം ഇല്ലാണ്ട്, മനസ്സ് ശരിയല്ലാണ്ട് ഏത് ഭൂമിയിൽ ഏത് കോണിൽ പോയി എന്ത് കണ്ടാലും ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. മനസ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും, വീട്ടിൽ വെറുതെ ഇരുന്നാലും മനസ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ, മനസ്സമാനം ഉണ്ടെങ്കിൽ എല്ലാം ആസ്വദിക്കാൻ പറ്റും. ഈവൻ ഫുഡും കാര്യങ്ങളും എല്ലാം. സോ ആ ഒരു ടൈമിലോട്ട് നിങ്ങൾ എത്തുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ കാലിബർ എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ
എനർജി എന്താണോ അതിനനുസരിച്ചുള്ള ബിസിനസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിയും. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി കിടപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു കാലിബർ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അത് വെച്ച് നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാകുന്നവർ കാണാൻ പറ്റും. ഈവൻ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കലയായിരിക്കാം, അതുപോലെ സ്പിരിച്വാലിറ്റി ആയിരിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക ബിസിനസ് റിലേറ്റഡ് ആയിരിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങളുടെ ചിരി ആയിരിക്കാം, നിങ്ങളുടെ യൂട്യൂബ് ചാനലായിരിക്കാം, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എനർജി ആയിരിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഫീലിങ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഹാർട്ട് ചക്രയായിരിക്കാം, നിങ്ങളുടെ ക്രാഫ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം. എന്താണെങ്കിൽ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് അച്ചീവ്മെന്റ്സിലോട്ട് ആകുന്ന ഒരാളായിട്ട് മാറുന്നുണ്ട്. അതും ഒരു സീറോ ഈഗോ, സീറോ പൊസസീവ്നെസ്, സീറോ എല്ലാം സീറോ ആയിട്ട് നിന്നിട്ട് ആൾക്കാർക്ക് റെസ്പെക്ട് ചെയ്യുന്ന, ആൾക്കാരെ അംഗീകരിക്കുന്ന, ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഒരു ടൈമിൽ മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ സമയം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്ലാന്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ ഇരിക്കേണ്ട പൊസിഷൻ വരെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇന്ന് നിങ്ങൾ വിഷമിക്കുന്ന വിഷമങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ, നിങ്ങളുടെ കാര്യങ്ങൾ ആൾക്കാർ ആസ്വദിക്കും, എക്സ്പീരിയൻസ് ചെയ്യും, അത് നിങ്ങൾ ആസ്വദിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വിഷമഘട്ടം, ഒരുപാട് ദേഷ്യപരമായിട്ടുള്ള ഘട്ടം, നിങ്ങൾക്ക് നിങ്ങളടുത്ത് തന്നെ വിഷമം തോന്നണം, നിങ്ങൾക്ക് നിങ്ങളടുത്ത് തന്നെ ഒരിക്കലും ഇതൊന്നും നടക്കൂല, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് നല്ല സമയം ഉണ്ടാവത്തില്ല, എനിക്ക് ഒരിക്കലും ഒരു സക്സസ് ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു പുതിയ ഓപ്പണിംഗ് വരും, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം, പുതിയ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും. എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, ഒരു ഡയമെൻഷൻ മാറുന്ന, ഒരു അനദർ ഡയമെൻഷനിലോട്ട് പോകുന്ന, എല്ലാം ഫീൽ ചെയ്യാൻ പറ്റുന്ന, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രവടിയായിട്ടുള്ള നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് പണിത് തരും. ഇപ്പോൾ ഉള്ള മനസ്സ് മാറും. ഇപ്പോൾ ഉള്ള ചിന്തകൾ, ഇപ്പോൾ ഉള്ള ഫീലിങ്സ്, ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് എല്ലാം എന്തിനായിരുന്നു, എല്ലാം എന്തുകൊണ്ട് വന്നു, എന്തിനൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെ നടന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ വരും. എന്തായിരുന്നു വാല്യുബിള്, ഞാൻ ആരായിരുന്നു, എനിക്ക് എത്ര വാല്യൂ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തന്നെ പഠിപ്പിച്ചു തരുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകും. എല്ലാം നിങ്ങൾക്ക് റിയലൈസ് ചെയ്യും. ആ സമയത്ത് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിയലൈസ് ആവുന്ന ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകും. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കും. സോ നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ പൊട്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോൺ പൊട്ടിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ആ സമയം ഉയരങ്ങൾ കീഴ്പ്പെടുത്തും. 1-2 കോടിയെ കളിയെന്നല്ല ഞാൻ പറയുന്നത്. കോടീശ്വരൻ എന്ന് ഞാൻ പറയുന്നത് മനസ്സമാധാനം കൊണ്ടും സാറ്റിസ്ഫാക്ഷൻ കൊണ്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ സോളിന്റെ പീക്കിൽ നിങ്ങളെത്തും. കാര്യങ്ങളെല്ലാം പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മനസ്സ് തുറന്ന് ആസ്വദിച്ച് ചിരിക്കും. കാരണം അത്രത്തോളം ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ആ ടൈമിൽ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു ഘട്ടത്തിലോട്ട് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ കറക്റ്റ് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട്, നിങ്ങൾക്കൊരു നല്ല സമയം ഉണ്ട്, നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസിൽ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും വെളിച്ചങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ഫ്ലോപ്പ് സിറ്റുവേഷൻ വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ ആരും ഇല്ല, നിങ്ങളൊരു ഭയങ്കര ഒറ്റപ്പെട്ട സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, ജീവിതത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സിറ്റുവേഷൻ, ഇരുട്ട് മൂടുന്ന സമയം, ജീവിതത്തിൽ എന്താ പറയുക ഡിപ്രഷൻ സിറ്റുവേഷൻ അല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഡിപ്രഷൻ സിറ്റുവേഷൻസോ നെഗറ്റീവ് മൂഡ് സിറ്റുവേഷൻസോ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ സമയവും സിറ്റുവേഷൻസും നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷനിലായിട്ട് അവിടെ കാണാൻ പറ്റാം. നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുന്ന സമയം, മറ്റ് എനർജി ഒന്നും നിങ്ങളുടെ ലൈഫിൽ മറ്റ് എനർജീസ് ഒന്നും നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആവാത്ത പക്ഷം
നിങ്ങൾ യൂണിവേഴ്സലുമായി കണക്ട് ചെയ്യുന്ന സമയം നിങ്ങളുടെ കഴിവ് എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ, നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്ക് 24 അവേഴ്സ് അല്ലെങ്കിൽ ഒരു എത്ര നിങ്ങൾ ഒരു ടൈം നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾ മറ്റുള്ളവർക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ സ്വന്തം പാഷൻ എന്താണെന്ന് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു ടൈം പീരീഡ് എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു നിധി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സാധനം, ഒരു 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 ഫാന്റസി വേൾഡ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. ആ ഒരു വേൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മേ ബി ഈ ഭൂമിയിൽ വന്നതും ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടായിരിക്കാം. ആ ഒരു സമയം അല്ലെങ്കിൽ ഇവിടെ മേജറിൽ എനിക്കിവിടെ കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ചും കാണാൻ പറ്റുന്ന നിങ്ങൾക്കൊരു പവർ കിട്ടുന്നത് മാനിഫെസ്റ്റേഷൻ പവർ അല്ല, ലോ ഓഫ് അട്രാക്ഷൻ പവറാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ പക്കലിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പവർ നിങ്ങളിലോട്ട് ഡിവൈൻ കണക്ട് ചെയ്തു തരും. അതായത് ഒരു എനർജി, ഹൈലി എനർജി ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിങ്ങൾ മാറുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് 100% വരും. ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഭയങ്കര തിരിച്ചറിവായിരിക്കും, ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചറിവായിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ ഇതുന്ന വരെ കണ്ട കാഴ്ചകളോ എക്സ്പീരിയൻസ് ചെയ്ത സിറ്റുവേഷൻസോ ഫീലിങ്സോ ഒന്നും ആയിരിക്കത്തില്ല നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ടൈം ചേഞ്ച് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ഉള്ളൊരു മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എന്തോ ഒരു കാര്യം. ഒന്നി നിങ്ങൾക്ക് മെഡിറ്റേഷൻ വഴി കിട്ടുന്നതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ പരമായിട്ട് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കണം, അല്ലെങ്കിൽ എനർജി പരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചതിന്റെ പേരിൽ ആഗ്രഹങ്ങളൊന്നും സാധിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസിലായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്, ടിൻ ഫ്ലെയിം ചെയ്യുന്ന സോൾമേറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഒന്നും അല്ല, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അതല്ല എന്നുള്ള അറിവും ബോധവും എല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആ ഒരു സാധനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് കാഴ്ച തരും, നിങ്ങൾക്കത് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് തരും, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഓക്കെ ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന, ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എനർജി ഇല്ലേ, നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളു, അല്ലെങ്കിൽ ഇതാണ്, ഇതിന് മേളിൽ ഒന്നും ഇല്ല എന്ന് നിങ്ങൾ ഇപ്പൊ എത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിലും അവർ വിചാരിക്കും ഓ ഇത്രയേ ഉള്ളു, ഇതാണ് എന്നുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കിയാണെന്നുണ്ടെങ്കിൽ ലോ എനർജിയാണ്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ലോ എനർജിയാണ്. ലോ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യങ്ങളും കറക്റ്റ് നടക്കത്തില്ല. ലോ എനർജിയിലുള്ള ആൾക്കാർ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മടി എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ പിടിവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടും മടി പിടിക്കും. നിങ്ങൾക്ക് വരേണ്ട സാധനങ്ങൾ ഒന്നും കറക്റ്റ് സമയത്ത് ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ ചുറ്റുപാട് തന്നെ മാറ്റിക്കളയും. നിങ്ങളുടെ എനർജി ഡൗൺ ആയി കഴിയുമ്പോഴും ചുറ്റുപാട് തന്നെ മാറും. ഫുൾ ഇമോഷണലി ഡ്രൈൻ ആയിട്ട് വിഷമിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും കറക്റ്റ് നടക്കത്തില്ല. ഒന്നും അത് ആഹാരം കഴിക്കുന്ന രീതിയാണെങ്കിലും കറക്റ്റ് പ്രോപ്പർലി ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ എനർജി ഭയങ്കര ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ഉള്ള നിങ്ങളൊരു ഞാൻ പറയുന്നത്, അതായത് നിങ്ങളൊരു സാധനം ഒരു സ്ഥലത്ത് റെഡിയാക്കാൻ വേണ്ടി കൊടുത്ത് അതുപോലും നിങ്ങളുടെ ലൈഫിൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ തന്നെ വിചാരിക്കും എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആവുന്ന ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ അല്ലെങ്കിൽ ഒരു തുണി തയ്ക്കാൻ വേണ്ടി കൊടുത്ത് നിങ്ങൾക്കത് കറക്റ്റ് ടൈമിൽ കിട്ടത്തില്ല. കാരണം നിങ്ങളുടെ എനർജി ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ഫുള്ള് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ലോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ പയ്യെ നിങ്ങളുടെ ലൈഫിൽ എല്ലാം നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് എനർജി ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ലൈഫിൽ എല്ലാം പയ്യെ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് അത് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ പോലും നിങ്ങളുടെ ലൈഫിൽ അത് വരാൻ വേണ്ടി ഭയങ്കര താമസിക്കും, ഒരുപാട് താമസം ഉണ്ടാവും. ഹൈ എനർജി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഹൈ എനർജി എന്ന് പറയുമ്പോൾ സഡൻലി എനർജി എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി സക്സസും എല്ലാം വരും. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാം 1-2 കോടിയുടെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ലൈഫിൽ സെറ്റിൽഡ് ആവുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വൻ കളിയാണ്. അതായത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൂമെന്റ്, നിങ്ങൾ
ഭയങ്കരമായിട്ടും ഇൻസ്പയർ ആവുന്ന ആളായിട്ട് മാറാൻ പോവുക. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരുന്ന അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് നിങ്ങളെ തേടി വരുന്ന, നിങ്ങൾ തേടി പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ തേടി ഇങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വരുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്ന് നിങ്ങൾ കണ്ടത് ഒന്നായിരിക്കാം, രണ്ടായിരിക്കാം, മൂന്നായിരിക്കാം, പക്ഷെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നിങ്ങൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് അറിയാനുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു ടൈമിൽ. യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ്, ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു മാറ്റമോ ചേഞ്ചസോ ഒന്നുമല്ല. ഒരുപാട് അനുഭവിച്ച് മനസ്സ് കല്ലാക്കിയതിന് ശേഷം ഒരുപാട് ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻസും ഒരുപാട് അവഗണനയും ഒരുപാട് നെഗറ്റീവ്സും അനുഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാം. ഒരുപാട് ഞാൻ പറയാം ടവർ എനർജി, ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് കാര്യങ്ങൾ കണ്ട് അനുഭവിച്ച് ഇറങ്ങി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വലിയ ചേഞ്ച് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് ആര് നിങ്ങൾക്ക് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയവും അനുഭവങ്ങളും എക്സ്പീരിയൻസും വിധിപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട മാറ്റങ്ങളാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവുന്നത്. വലിയ ഒരു മാറ്റമാണ്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുതിയ എക്സ്പെരിമെന്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യൂണിവേഴ്സ്, ഹീലിംഗ്, സ്പിരിച്വാലിറ്റി, അതിലൊക്കെ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഹീലിംഗ് പവർ, ഒരു മാജിക്കൽ പവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഡയമെൻഷൻ മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് കൺട്രോളിങ് പവർ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സ് വെച്ച് മാനിഫെസ്റ്റേഷൻ പവറാണ്, ലോ ഓഫ് അട്രാക്ഷൻ, അതായത് എല്ലാം അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു എനർജി ആർജിച്ച് എടുക്കേണ്ട അല്ലെങ്കിൽ എടുക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പാഠമായിട്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് മാറുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നത്. എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ വരും. നിങ്ങൾക്ക് നിങ്ങളെ കാണാതെ പോയ ഒരു നിങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മസ്കുലിൻ എനർജി, കോൺഫിഡൻസ് ആയിട്ട് റിച്ച് ആയിട്ട് ആരുടെ മുന്നിലും ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് പവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു പ്ലാൻ നിങ്ങളുടെ മുന്നിൽ തെളിയും. ആ സമയത്ത് നിങ്ങൾ വെറുതെ നിങ്ങൾ സമയം തരുന്നത്, നിങ്ങൾക്കത് മറ്റാരും ദൈവം തരുന്നതോ അല്ലെങ്കിൽ വെച്ച് നീട്ടുന്നതല്ല, നിങ്ങളുടെ ടൈം, ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻ, ആ എനർജി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന ഒരു പവർ ആയിട്ടാണ് ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നത്. സോ അത് ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. 100% ഞാൻ പറയുന്നത് നിങ്ങളടുത്ത്, നിങ്ങൾ 100% ട്രസ്റ്റ് ചെയ്യുക. ഫ്യൂച്ചറിലെ ഒരു കോടീശ്വരൻ അല്ലെങ്കിൽ ഒരു കോടീശ്വരി ആയിട്ട് നിങ്ങൾ മാറും. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഒരു പർപ്പസ്, ആ ഒരു എനർജി, അതിലോട്ട് നിങ്ങൾ കടന്നു പോകും എന്നുള്ളത് 100% വിധി പ്രകാരം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇതിനുശേഷം അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ഓക്കെ, ബൈ, ടാറ്റ, സി യു.